Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA-കാരുടെയും BA-BSc-കാരുടെയും രണ്ടുപേരുടെ മലയാളത്തിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെക്കൻഡ് സെം മലയാളം എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് സെം മലയാളത്തിന്റെ രണ്ട് കൂട്ടരുടെയും നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഒത്തിരി കുട്ടികൾക്ക് വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരുന്ന് പഠിക്കുന്നുണ്ട്. BA-കാരുടെ BCom-ഉം BCom-കാരുടെ BA-കാരൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് ഇത്രയും നാൾ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഏതാണ് എന്നൊന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പ്ലേലിസ്റ്റ് തന്നെ നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഇനി നാളത്തെ എക്സാം ആയിട്ടുള്ള BCom BBA സ്റ്റുഡൻസിൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് ഇനി നമ്മുടെ ചാനലിലുള്ളത്. അതും BCom-കാരുടെയും BBA-കാരുടെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ BA-BSc-കാരുടെ ഇനി എക്സാമിൻ്റെ ഒന്നും നമ്മുടെ ചാനലിൽ അവൈലബിൾ അല്ല. കാരണം ഞാൻ BCom ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ BA-BSc-കാരുടെ മലയാളം ഇംഗ്ലീഷാണ് ഞാൻ ആ ഒരു സബ്ജക്റ്റുകളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ BA-BSc-കാരുടെ മറ്റുള്ള സബ്ജക്ട്സ് എനിക്കറിയില്ല. അപ്പോൾ BCom-ഉം പിന്നെ അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന BBA ആണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ മെയിൻ ആയിട്ട് കേട്ടോ. പിന്നെ അടുത്ത തേർഡ് സെം ആകുമ്പോൾ തേർഡ് സെമ്മിലും BA-BSc-കാരുടെ ഇംഗ്ലീഷും മലയാളം അവൈലബിൾ ആയിരിക്കും. BCom BBA-കാരുടെയാണ് എല്ലാ സബ്ജക്ട്സും ഉണ്ടായിരിക്കുക. പക്ഷെ വരും സെമ്മുകളിൽ ഞാനത് പഠിച്ചിട്ടാണെങ്കിലും വീഡിയോസ് ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കാം. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മുടെ ചാനലിൽ BCom-കാരുടെ തിയറിയാണ് ഉണ്ടാവുക. കാരണം പ്രോബ്ലം പേപ്പേഴ്സ് ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല. അപ്പോൾ തിയറിയാണ് ഉണ്ടാവുക. അപ്പോൾ ബാക്കി കുട്ടികളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോബ്ലം പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ സാറ് എടുക്കുന്ന ചാനലുണ്ട്, ഗുഡ്വിൽ ജംഗ്ഷൻ. സാറിൻ്റെ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ കാണാൻ അടിപൊളിയായിട്ട് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സാറിൻ്റെ പ്രോബ്ലം പേപ്പേഴ്സ് എല്ലാം ഉണ്ടാവും. നമ്മുടെ ചാനലിൽ 6th സെം വരെയുള്ള തിയറി പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം ടൈം മാനേജ്മെൻറ്റ് കാര്യമാണ്. ഇംഗ്ലീഷുകൾ എഴുതിയ പോലെ സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. മലയാളത്തിൻ്റെ കേസിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് 2.5 മണിക്കൂർ ഒട്ടും പോരാ. ഷോർട്ടസ്റ്റ് എഴുതി കഴിയുമ്പോഴേക്കും 2.5 മണിക്കൂർ കഴിയുന്ന ഒരു പതിവാണ്. അപ്പം അത്രയും സ്പീഡായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ വീഡിയോസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഞാൻ 2021 സമയത്ത് 20-ലാന്ന് തോന്നുന്നു അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ ആ വീഡിയോസ് കാണുന്ന കുട്ടികൾ തന്നെ ഇപ്പോഴും പലരും വരുന്നുണ്ട്. മീൻസ് സപ്ലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് മലയാളം എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു ലൈൻ തന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ തന്നിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിക്കുക. ഇങ്ങനെ ഈ വരയില്ലാട്ട് ഉദ്ദേശിച്ച എഴുതിയിട്ടുള്ള 2 ലൈൻ തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുക ആരോട് പറഞ്ഞു, സന്ദർഭം വ്യക്തമാക്കുക. അല്ലെങ്കിൽ നമുക്ക് 3 കവിതകൾ പഠിക്കാനുണ്ട്. BCom BBA കുട്ടികൾക്ക്, BA-BSc കുട്ടികൾക്കും കവിതകളുണ്ട്. അപ്പോൾ ആ ഒരു കവിതയിലത്തെ ഇതേപോലെ 2 വരി തന്നിട്ടായിരിക്കും സന്ദർഭം വ്യക്തമാക്കുക എന്നുള്ള രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് പാഠഭാഗത്തിൻ്റെ വീഡിയോസ് കാണുകയും പിന്നെ പാഠഭാഗം കുറച്ചൊന്ന് വായിക്കുകയും ചെയ്ത കുട്ടികൾക്ക് മാത്രമേ നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ടെൻഷൻ അടുപ്പിക്കുന്നതല്ല, ഇതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വീഡിയോസ് എങ്കിലും മര്യാദയ്ക്ക് കണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ സെക്കൻഡ് സെമ്മിൽ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു പേടി കൊണ്ട് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി എക്സാം അതൊന്നും അറിയാത്തത് കൊണ്ട് ഒത്തിരി ദിവസങ്ങൾക്ക് മുൻപേ തന്നെ നിങ്ങൾ പഠിക്കാൻ വന്നിരുന്നു. അതെനിക്ക് ആ ഒരു സമയത്തെ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുന്നെങ്കിലും വന്ന് വീഡിയോസ് ഇപ്പോഴുള്ള ഒരു ചൂടോടുകൂടി കണ്ടിരുന്ന കുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് തലേ ദിവസമാണ് എക്സാമിന് ആദ്യമായിട്ട് ഈ ചാപ്റ്റർ കാണുന്നു എന്നൊക്കെ ഉള്ള കമൻസ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇപ്പോഴാണ് നിങ്ങൾ ക്ലാസ് കേൾക്കാനായിട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാഠഭാഗമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള സെമ്മുകളിൽ 3, 4, 5, 6 സെമ്മുകളിൽ നിങ്ങൾ ഇതേപോലെ തലേദിവസം വന്നു കഴിഞ്ഞാൽ സപ്ലി ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അത് ഞാൻ അത്രയും ഉറപ്പിച്ച് പറയാനുള്ള റീസൺ, അത്രയും ടഫ് സബ്ജക്ട്സ് ആണ് ഇനി അങ്ങോട്ട് വരാനുള്ളത്. അപ്പം നമ്മളത് വീഡിയോസ് കണ്ട് പഠിച്ചാലും നിങ്ങൾക്ക് തലേദിവസം പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഡൗട്ടാണ്. അപ്പം ഞാനിത് എടുത്ത് പറയാനുള്ള കേസ്, സപ്ലിന് നമുക്ക് ആകെ ഒരു തവണ എഴുതാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് തവണ ഇങ്ങനെ സപ്ലി കിട്ടുന്നവരെ എഴുതിക്കൊണ്ടിരിക്കാനുള്ള ഒരു സ്കീം ഇനി മുതൽ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഒറ്റ തവണ എഴുതുമ്പോൾ തന്നെ പാസ്സാവാനാണ് നമ്മൾ മാക്സിമം നോക്കണ്ടേ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മുൻപിലുള്ളത് ഒരേ ഒരു ചാൻസ് മാത്രമാണ്. അപ്പോൾ തലേദിവസം ഈ ഒരു ക്ലാസ് കേൾക്കാനോ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന ഒരു സ്കീം നിങ്ങൾക്ക് അടുത്ത സെമ്മ് മുതൽ മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ കുട്ടികൾ ഈ ലാസ്റ്റ് സെമ്മുകളിലൊക്കെ സപ്ലി വാങ്ങിച്ചിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവരെന്നെ പറയുന്ന കേസാണ് മുന്നത്തെ സെമ്മുകളിൽ മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു റിസൾട്ട് നമുക്ക് എല്ലാ സെമ്മുകളുടെയും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് നമുക്കൊരു റിസൾട്ട് വരിക.
അപ്പോൾ നിങ്ങളുടെ ഒരു സെമ്മിലുള്ള മാർക്ക് കുറവ് അത് വലിയ രീതിക്ക് ആ റിസൾട്ടിനെ ബാധിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സെമ്മിൽ മാർക്ക് കൂടുതലുണ്ട്, 5ഉം 6ഉം സെമ്മിൽ മാർക്ക് കൂടുതൽ ഉണ്ടായിട്ട് കാര്യമില്ലാന്ന്, ഈ 2ഉം 3ലൊക്കെ കുറവുള്ളത് നല്ലവണ്ണം ആ റിസൾട്ടിനെ എഫക്റ്റ് ചെയ്തതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി അടുത്ത സെമ്മ് മുതൽ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച്, എന്തായാലും നിങ്ങൾക്ക് അറിയാം സെം എക്സാം ഉണ്ടാവും എന്നുള്ളത്, അപ്പോൾ കൃത്യമായിട്ട് വാങ്ങിച്ച് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് നോക്കണം. പിന്നെ നമ്മൾ ടൈം മാനേജ്മെന്റ് കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്ത് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാവാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇംഗ്ലീഷുകൾ പോലെ സിമ്പിൾ ആവും എന്ന് വിചാരിച്ചു പോകരുത്, അത്രയും ടഫായിരിക്കും മലയാളം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ആ പാഠഭാഗം മനസ്സിലായി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ പാഠഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ക്വസ്റ്റ്യൻസ് ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, 2 മാർക്ക് ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് പാസ്സാവാനുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ള പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഷോർട്ട് എസ്സേ ആണെങ്കിൽ നിങ്ങൾ ഒരു പേജിൻ്റെ ഒരു പുറം ഇംഗ്ലീഷ് എഴുതിയ പോലെ തന്നെ എഴുതുക. അത് ഉണ്ടാവും, അതിൽ ഒരു പുറം കവിയാതെ എഴുതുക എന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പേജിൻ്റെ ഒരു പുറം തന്നെ എഴുതിയാൽ മതിയായിരിക്കും. എസ്സേ ആണെങ്കിൽ 2 പുറമൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മലയാളം ആയതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി വരുമ്പോൾ ഉരുട്ടി എഴുതി വരുമ്പം നമുക്ക് ക്ഷീണാവും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്പീഡും വേണം, നമുക്ക് വൃത്തിയും വേണം. മലയാളത്തിന് വൃത്തി ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളം മിക്ക ടീച്ചേഴ്സും മാർക്ക് വാല്യൂ ചെയ്യുന്നത് കുറേ പേര് പറയുന്നുണ്ട്, വായിക്കാൻ മനസ്സിലാവണില്ല, അപ്പോൾ അതുകൊണ്ട് വൃത്തിയില്ല, ഹാൻഡ് റൈറ്റിംഗ് മനസ്സിലാവാതെ എങ്ങനെയാണ് പേപ്പർ നോക്കുക എന്ന് പറയുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വൃത്തി, ഇപ്പം നമ്മൾ ഓരോരുത്തർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഡിഫറെൻ്റ് ആണല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്ലീൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം ഒരു വായിക്കാൻ പറ്റുന്ന രീതിക്ക് എഴുതണം. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ എന്നല്ല പറയുന്നത്, വായിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. പിന്നെ മലയാളം ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് എല്ലാ ആൻസേഴ്സ് ഒന്നും മേ ബി ഫുള്ളി ഇരുന്നിട്ട് വായിക്കണം എന്നില്ല. ചില ടീച്ചേഴ്സൊക്കെ ഫുൾ വായിക്കും. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒന്ന് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ പോലെ മലയാളത്തിൽ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾ ക്യാരക്ടേഴ്സിൻ്റെ പേരും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് വെക്കും. പിന്നെ അതേപോലെ തന്നെ സീലിംഗ് കൃത്യമായിട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. ഇപ്പം എസ്സേക്ക് 2 എണ്ണം തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് മലയാളത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള രീതിക്ക് ഞാൻ പറയുക എസ്സേ ആദ്യം എഴുതാനാണ് പറയുക. കാരണം ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് സമയം തികയാത്തൊരു ഇഷ്യൂ വരും. പിന്നെ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ആ ഒരു MCQ കൃത്യമായിട്ട് ഫുള്ളായിട്ട് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ, MCQ. പിന്നെ അതിന് കുറവേ നിങ്ങൾക്ക് ആ ഒരു മാർക്കിൽ സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ സപ്ലി ഇല്ലാത്ത രീതിക്ക് പാസ്സാകുന്ന രീതിക്ക് മാക്സിമം ശ്രമിച്ച് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇൻട്രോ ലൈൻസ് ആണ്. ഈ മലയാളത്തിനൊക്കെ ഈ എഴുത്തുകാരൻ്റെ പേരും അതേപോലെ തന്നെ പാഠഭാഗത്തിൻ്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എക്സ്ട്രാ മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ ലൈൻസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് പാഠങ്ങൾ ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസും അതേപോലെയാണ് വരിക. ഇപ്പം ഇംഗ്ലീഷൊക്കെ ആണെന്ന് അതിൽ ടേംസ് കണ്ടാൽ നമുക്കത് പാഠഭാഗം മനസ്സിലാവും. പക്ഷെ മലയാളത്തിൽ അങ്ങനെ മനസ്സിലാവില്ല. മലയാളം എല്ലാത്തും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. പാഠഭാഗങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കവിതകൾ അഞ്ചാലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് എഴുത്തുകാരൻ്റെ പേരെങ്കിലും പാഠഭാഗത്തിൻ്റെ പേരൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി അടുത്ത സെമ്മ് മുതൽ നിങ്ങൾ കൃത്യമായിട്ട് കുറച്ച് ദിവസം അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റിന് ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ പഠിച്ചാൽ മതി. ഒരു മാസം മുന്നേ പഠിക്കാൻ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വീഡിയോ കണ്ട് പഠിക്കണം എന്ന് അങ്ങനെ വിചാരിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ മുന്നേ വാങ്ങുക, അല്ലെങ്കിൽ കോളേജിൽ നിന്നുള്ള നോട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ PDF-കളൊക്കെ ഉണ്ടെങ്കിൽ മുന്നേ തന്നെ അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നേ കൂട്ടി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് ഈ ഓടുന്ന ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അപ്പം നെക്സ്റ്റ് ഈ സെമ്മ് ഓക്കെ ഫൈൻ, നമുക്ക് ഫസ്റ്റ് 2 സെമ്മിൽ സപ്ലി വന്നാൽ നമുക്ക് ഒരു ഇയർ ഗ്യാപ്പ് ഇല്ലാതെ അത് എഴുതിയെടുക്കാം. ലാസ്റ്റ് സെമ്മുകളിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിഗ്രീനെ അത് ബാധിക്കും. പിന്നെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞു പോയിട്ടും ഈ ഒരു സപ്ലിക്ക് വേണ്ടി 1 വർഷം എടുത്ത് നടക്കേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ട്യൂഷൻ കുട്ടികളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി നമ്മൾ ഒരു 1.5 മാസം ഇല്ലാന്ന് തോന്നുന്നു, ഒരു 1.25 മാസമൊക്കെ ആയിട്ട് നമ്മൾ 2 ഇംഗ്ലീഷുകൾ ഒക്കെ മാർക്കറ്റിംഗ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. 2 ഇംഗ്ലീഷുകൾക്കൊക്കെ ട്യൂഷൻ ഉണ്ടായിരുന്നു. 100-ന് മുകളിൽ കുട്ടികൾ ഉണ്ടായിരുന്നു ഓരോ ബാച്ചിലും. അങ്ങനെ 2 ബാച്ചായിട്ട് 2 ഇംഗ്ലീഷുകളായിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത സെമ്മിൽ നമ്മൾ BCom BBA കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു റെഗുലേഷൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്, ലോ ആണത്.
തേർഡ് സെമ്മിൽ ഏറ്റവും കൂടുതൽ സപ്ലി ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റ് അതിൽ ഫുള്ള് നിയമങ്ങളാണ് ഫുള്ള് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റാണ് BCom BBA കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ നവംബറിലാണ് മേ ബി ഇനി നിങ്ങളുടെ എക്സാം ഉണ്ടാവുക തേർഡ് സെമ്മിൻ്റെ. അപ്പോൾ നമ്മളൊരു സെപ്റ്റംബർ ലാസ്റ്റോട് കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ഇടും യൂട്യൂബിൽ ട്യൂഷൻ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ BCom BBAയിൽ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ആയിട്ടുള്ള ആ സബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. രണ്ട് കൂട്ടർക്കും ഏകദേശം സെയിം ആണ് ആ സബ്ജക്റ്റ്, ഒരു ചാപ്റ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ ആക്ച്വലി ഒരു 20 എബവ് ചാപ്റ്റർ അങ്ങാണ്ട് വരുന്നുണ്ട്, 19-20 എങ്ങാണ്ട് ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1.5 മാസം ട്യൂഷന് ആവശ്യമാണ്. അതാണ് നമ്മൾ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്നത്. പിന്നെ BA BSc കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഉണ്ട്, റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു. അതന്നെ, റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ്. ആ ഒരു സബ്ജക്റ്റാണ് BA BSc കുട്ടികൾക്ക് തേർഡ് സെമ്മിൽ ട്യൂഷൻ ഉണ്ടായിരിക്കുക. അത് എക്സാമിന് 1 മാസം മുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പം നമ്മൾ ഫുൾ പോർഷൻസ് കവർ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, റിവിഷൻ, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഡെയിലി 1 അവർ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ നൈറ്റ്. അപ്പോൾ നമ്മൾ ഇൻട്രാക്റ്റീവ് ആയിട്ട് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ അടുത്ത സെമ്മിൽ ആ ഒരു സബ്ജക്റ്റ് എങ്കിലും നല്ല രീതിക്ക് കവർ ചെയ്യാൻ ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ആ ഒരു സമയത്ത് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടും, ഞാൻ എൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ അതിന് താഴെ കൊടുക്കും. അപ്പോൾ ഒന്ന് എൻ്റെ ആ ഒരു ഇതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ മലയാളത്തിൻ്റെ ഇത്ര കാര്യങ്ങൾ പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് നോക്കുക, ക്വസ്റ്റ്യൻ നല്ല രീതിക്ക് തറവായിട്ട് വായിച്ചിട്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. പാഠഭാഗം മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും എഴുതി വയ്ക്കുക, ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഷോർട്ട് എസ്സേ 1 പേജിൻ്റെ 1 പുറം എഴുതുക, എസ്സേ 2 പുറം ആക്കിയിട്ട് നിങ്ങൾ എഴുതണം. ഇമ്പോർട്ടൻറ്റ് ടേംസ് അണ്ടർലൈൻ ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം വൃത്തിക്ക് എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. 2 മാർക്ക് എല്ലാം അറ്റൻഡ് ചെയ്യുക, എസ്സേ 2 എണ്ണം തന്നെ, ഷോർട്ട് എസ്സേ സീവിങ് നോക്കിയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ MCക്ക് ഫുള്ളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിക്ക് തന്നെ പഠിച്ചിട്ട് പോവാം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾ കോളേജിലേക്ക് പോകുന്ന വഴിയും ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കേൾക്കാൻ ശ്രമിക്കുക. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പേര്, അതൊക്കെ മലയാളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരക്ടേഴ്സിൻ്റെ പേര് കേട്ടോ. അപ്പം അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്റ്റൻറ്റ് കുട്ടികൾ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടോന്നും കൂടി ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് എക്സാം എഴുതാം. ഇംഗ്ലീഷുകളുടെ റിവ്യൂസ് എനിക്ക് വേണം. ഇംഗ്ലീഷുകൾ എങ്ങനെയുണ്ടായിരുന്നു, ഒത്തിരി പേര് പറഞ്ഞു, നല്ല എന്താ പറയുക പോസിറ്റീവ് റിപ്ലൈ ആയിരുന്നു എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നത്. സോ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു, എന്തോ ഭാഗ്യത്തിന് നമ്മൾ 2 ഇംഗ്ലീഷിലും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയോ, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അത് എന്തോ ഭാഗ്യത്തിനാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് ഫുൾ ആട്ടും തുപ്പായിരുന്നു, പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരാണ്ട്. ഈ ഭാഗത്തിന് ഈ വർഷം ഭാഗ്യത്തിന് എങ്ങനെയോ സംഭവിച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സെമ്മിലാണല്ലോ നിങ്ങൾ ഇനി വരിക, നമ്മുടെ ചാനലും അന്വേഷിച്ച് അടുത്ത സെമ്മിൽ അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇനി BA BSc കുട്ടികളോടാണ് ഞാൻ പറയുന്നത്. BCom BBAക്കാർക്ക് മാർക്കറ്റിങ്ങും പിന്നെ BComകാർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തിയറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി 6 സെമ്മ് വരെ കൂടുതലായിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്ത് ഞാൻ നിങ്ങളുടെ കൂടെ എൻ്റെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് ഞാൻ ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇതൊരു ഫൈനൽ വീഡിയോ ആയിപ്പോയി. ഇനി നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും ഒക്കെ ഇതേപോലെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാം. അപ്പം ശരി, ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു.